ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത പഠിക്കേണ്ട ചാപ്റ്റർ, അടുത്ത നമ്മൾ റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റർ നമ്പർ 3, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. നമ്മുടെ പാർട്ണർഷിപ്പിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാർട്ണർഷിപ്പിന്റെ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ പറയുന്ന പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പിന്നെ ഗ്യാരണ്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോളൂ. ഓക്കെ. ഈ പറയുന്ന അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാർട്ണർഷിപ്പില് പുതിയൊരു പാർട്ണർ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. പുതിയൊരു പാർട്ണറെ അപ്പോയിന്റ് ചെയ്യുന്നു. ഒരു എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പിലേക്ക് പുതിയൊരു പാർട്ണറെ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പഴയ പാർട്ണർഷിപ്പ് ഡിസോൾവ് ആയി പുതിയൊരു പാർട്ണർഷിപ്പ് അവിടെ ജനിക്കും. ഓക്കെ. മീൻസ് എന്താണ്? നമ്മൾ അപ്പൊ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തുകൊള്ളും? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മാറും. റേഷ്യോ കാര്യങ്ങളൊക്കെ മാറും. കാരണം അവിടുത്തെ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് മാറും. കാരണം പുതിയ പാർട്ണറിന്റെ ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അഡ്മിറ്റ് ചെയ്യുന്ന ഇൻകമിംഗ് പാർട്ണറിന്റെ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ആ പറഞ്ഞ ചാപ്റ്ററിലോട്ട് പോവാം. തിയറിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഫേമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഡിസോൾവ് ആയി പുതിയൊരു പാർട്ണർഷിപ്പ് എപ്പോഴാണ് ഉടലെടുക്കുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു പാർട്ണർഷിപ്പ് ഡിസോൾവ് ആയി പുതിയൊരു പാർട്ണർഷിപ്പ് വരാം? അല്ലെങ്കിൽ എന്ത് വരാം? അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം വരുന്ന കേസുകൾ ഏതൊക്കെയാണ്? അങ്ങനെയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കണം. പുതിയൊരു പാർട്ണർ എന്ത് ചെയ്യുന്നു? പാർട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ പുതിയൊരു പാർട്ണറെ പാർട്ണർഷിപ്പിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എല്ലാവരും സമ്മതിച്ചാലേ പറ്റുള്ളൂ. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എല്ലാവരും സമ്മതിച്ച് അവരെ സമ്മതത്തോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയൊരു പാർട്ണറിന് വെറും കൈയോടെ ഒരിക്കലും പാർട്ണർഷിപ്പിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പുള്ളി എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് ക്യാപിറ്റലായിട്ടും ഒരു എമൗണ്ട് ആ പറഞ്ഞ ഫേമിന്റെ ഗുഡ്വില്ലായിട്ടും കൊണ്ടുവരണം. അദ്ദേഹം എന്തൊക്കെ ചെയ്യണം? അവിടെ ഒരു എമൗണ്ട് ക്യാപിറ്റലായിട്ടും ഒരു എമൗണ്ട് എന്താണ് ഫേമിന്റെ ഗുഡ്വില്ലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അത് നമ്മൾ ഇനി അങ്ങോട്ട് പറയും. ഓക്കെ. രണ്ടാമത്, അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഴി അവിടെ വേറെ സംഭവിക്കുക എന്താണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴവിടുത്തെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആയിരിക്കും. 2:1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എയും ബി രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരിക്കും? 2:1 ആയിരിക്കും. ബട്ട് ബൈ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ണർ ടു ദ ഫേം, ആ പറയുന്ന ഫേമിലേക്ക് എന്താണ്? പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന വഴി ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് എന്താണ് ഒരു 1/4 ഷെയർ ആണ് ഉള്ളതെന്ന് വിചാരിച്ചു. ഒരു 1/4 ഷെയർ അദ്ദേഹത്തിന് കൊടുത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്? അഡ്മിറ്റ് ആവുന്നത് പാർട്ണർഷിപ്പിലേക്ക്. അപ്പൊ അവിടുത്തെ റേഷ്യോ എങ്ങനെയായിട്ട് മാറും? 2:1 ആയിട്ട് മാറും. 2:1 അത് ജനറൽ ആയിട്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. എങ്ങനെ മാറും? പുതിയ പാർട്ണർ വരുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറി അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരും. അങ്ങനെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. എന്താണ് ചിന്തിക്കേണ്ടത്? പുതിയൊരു പാർട്ണർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഷെയർ ആരായിരിക്കും കൊടുക്കുന്നത്? പഴയ പാർട്ണേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. പഴയ പാർട്ണേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ ഒരു ഷെയർ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പുതിയ പാർട്ണറിന് കൊടുക്കുന്നത്. അപ്പൊ അവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞ എലിമെന്റ് കൂടെ വരും. നമ്മൾ അത് പഠിക്കും ഇനി അങ്ങോട്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? ബൈ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ണർ ഇൻ യുവർ ഫേം, എന്ത് ചെയ്യും? പുതിയ പാർട്ണറെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവിടെ എന്ത് സംഭവിക്കും? അവിടെ the existing partners will sacrifice a portion of their share for the incoming partner. ഓക്കെ. ആ പറഞ്ഞ ഷെയർ എത്ര നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടും വരും. അതിനെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയും. ഓക്കെ. ആ പറയുന്ന സാക്രിഫൈസിങ് റേഷ്യോ കഴിഞ്ഞ് ഇൻകമിംഗ് പാർട്ണറിന് ചേർത്ത് വരുന്ന റേഷ്യോ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് വരും? വ്യത്യാസം വരും റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചാൽ. ഓക്കെ. പ്രോഫിറ്റ് റേഷ്യോയിൽ എന്ത് വരും? വ്യത്യാസം വരും. Then
റിട്ടയർമെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. ഇത് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണല്ലേ, റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 3 പാർട്ട്നേഴ്സ് അടിപൊളിയായിട്ട് പാർട്ണർഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തിയപ്പോൾ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം പീരീഡ് എത്തിയപ്പോൾ വൺ ഓഫ് ദ പാർട്ണർ പറഞ്ഞാൽ എന്താണ്? ഐ മേ റിട്ടയർ. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്നു. കാരണം എനിക്ക് ഇനി വയ്യ, എനിക്ക് ബിസിനസ് നോക്കി നടത്താൻ എനിക്ക് വയ്യ, എനിക്ക് എന്തായി, വയസ്സായി, ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടയർ ചെയ്യുന്നു. അങ്ങനെ റിട്ടയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ പറയുന്ന പാർട്ണറിന്റെ ഷെയർ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് കിട്ടും. അപ്പൊ അവിടെ എന്ത് മാറോടെ? റേഷ്യോ പിന്നെയും മാറും. ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. അതുവഴിയാണ് ഈ പറഞ്ഞ റീകോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. റേഷ്യോ മാറും. ഓക്കെ ഓക്കെ അതാണ് റിട്ടയർമെന്റ്. ഡെത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആ പറയുന്ന റിട്ടയർമെന്റിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കും. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു പാർട്ണർ ഡെത്ത് സംഭവിക്കുന്ന വഴി അവിടെ എന്താണ് സംഭവിക്കുന്നത്? എക്സും വൈ ഇസഡ് എന്ന് പറയുന്ന 3 വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇസഡ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയെങ്കിൽ എക്സും വൈ ആണ് ഈ ബിസിനസ് മുന്നോട്ട് നടത്തേണ്ടത്. ഓക്കെ, എക്സും വൈ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇസഡിന് എന്തെങ്കിലും അസറ്റ്സോ കാര്യങ്ങളോ ആ പറഞ്ഞ സ്ഥാപനത്തിലുണ്ട്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഷെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ പറയുന്ന ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് കൈമാറും. ആരുടെ? ഇസഡിന്റെ. ഓക്കെ, പിന്നെ എക്സും വൈയും തമ്മിൽ തന്നെ എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പ് നോക്കി മുന്നോട്ട് പോകും. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് വാട്ട്? അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഈ പറഞ്ഞ ചാപ്റ്റർ എന്തിനാണ് പഠിക്കുന്നത്? അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ഇൻ എ പാർട്ണർഷിപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ, എല്ലാ പാർട്ട്നേഴ്സിനും അനുവാദത്തിൽ കൂടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പറഞ്ഞ അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തി ഗുഡ്വില്ലായിട്ടും ക്യാപിറ്റലായിട്ടും ഒരു എമൗണ്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കണം. ഓക്കെ ഓക്കെ ഒരു പാർട്ണർഷിപ്പിലേക്ക് പാർട്ണർ എന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ചെയ്യുന്നു. ഒരു പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പാർട്ണർഷിപ്പിലേക്ക് വരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന്റെ ഉദ്ദേശം കാണും. ആ ഉദ്ദേശമാണ് ഈ പറഞ്ഞ 2 പോയിന്റ് പറയുന്നത്. അദ്ദേഹം എന്താണ്? ഒരു ഉദ്ദേശം കാണും. എന്താണ് അദ്ദേഹം ഉദ്ദേശം? റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിൽ ഏതൊക്കെ അസറ്റ്സ് ഉണ്ടോ ആ പറയുന്ന അസറ്റ്സിന്റെ ഒരു ഷെയർ ആർക്കും കിട്ടണം? ഇൻകമിംഗ് പാർട്ണറിനും കിട്ടണം. 2, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. വൺ ഓഫ് ദ പാർട്ണർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിനും കൊടുക്കണം. ഓക്കെ ഓക്കെ പിന്നെ ഇതിന്റെ അഡീഷണൽ ആയിട്ട് എന്ത് വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലെ കാര്യങ്ങൾ വരും. പിന്നെ അദ്ദേഹം ലോൺ കൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ എവിടെ വരും? പ്രോബ്ലത്തിന്റെ കേസിൽ വരുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിയെ കയറി വരും. നമ്മൾ അപ്പൊ പഠിക്കും, അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ പറയുന്ന 6 കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കേണ്ടത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയൊരു പാർട്ണർ വരുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പിലേക്ക് പുതിയൊരു പാർട്ണർ വരുന്ന വഴി അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നു. അതുവഴി അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നു. ആരുടെ? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ ഈ പറഞ്ഞ പുതിയ പാർട്ണറുടെ എന്ത് ചെയ്യും? മാറും. പുതിയൊരു റേഷ്യോ ആയിട്ട് മാറും. അങ്ങനെ പുതിയൊരു ഇൻകമിംഗ് പാർട്ണറിനെ പാർട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് the existing partners have to sacrifice a portion of their share. അതിനെ നമ്മൾ ഒരു റേഷ്യോ ഇട്ട് കണ്ടുപിടിക്കും. ദാറ്റ് ഇസ് കോൾഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. അതിന് എന്ത് പേരിട്ട് വിളിക്കൂടെ? സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പേരിട്ട് വിളിക്കും. 3, വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ പറഞ്ഞ ഇൻകമിംഗ് പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി ഹാവ് ടു കം വിത്ത് വാട്ട്? എന്തൊക്കെ കൊണ്ടുവരണം? ഗുഡ്വില്ലും കൊണ്ടുവരണം, ക്യാപിറ്റലും കൊണ്ടുവരണം. എന്തായിട്ട്? പൈസ ആയിട്ട് കൊണ്ടുവരണം. എന്താണ്? അദ്ദേഹത്തിന്റെ ഷെയർ ഓഫ് ഗുഡ്വില്ലും അദ്ദേഹത്തിന്റെ ഷെയർ ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? അദ്ദേഹം ക്യാഷ് ആയിട്ടോ സംടൈംസ് ഇറ്റ് മേ ബി അസറ്റ് ആയിട്ടോ എന്ത് ചെയ്യും? കൊണ്ടുവന്നോട്ടെ. ആ ഗുഡ്വില്ല് അദ്ദേഹം കൊണ്ടുവരുന്ന ആ ഗുഡ്വില്ലിന്റെ അവകാശം ആർക്കാണെന്ന് വെച്ചാൽ അവിടെയുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനാണ് ആ പറയുന്ന ഗുഡ്വില്ലിനുള്ള അവകാശം. എന്തുകൊണ്ടാണ് ആ പറഞ്ഞ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ആ പറഞ്ഞ ഗുഡ്വില്ലിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ the existing partners of the partnership have sacrificed a portion of their share for admitting the new partner എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ സാക്രിഫൈസ് ചെയ്തെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ? ആ ബെനിഫിറ്റ് ആണ് അവര് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന ഗുഡ്വില്ലിന്റെ പോർഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഗുഡ്വിൽ ഏരി പറയുമ്പോൾ ജേർണലിന്റെ പറയുമ്പോൾ ക്ലിയർ ആവും കാര്യങ്ങൾ.
ഓക്കെ. ദെൻ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ റീവാലുവേഷൻ അക്കൗണ്ട്. നിങ്ങൾക്ക് അറിയാം എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് അറിയാം. പുതിയൊരു പാർട്ണറിനെ പാർട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് വിൽ ഡിസ്കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻസ്. എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അതിന്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യും? ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ പറയുന്ന സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് മാറുന്നു. പുതിയ ക്യാപിറ്റൽ വരും, ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറും. അതേ പുതിയ ഗുഡ്വില്ലുണ്ട്, അതൊക്കെ എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ റീവാല്യൂ ചെയ്ത് റീഅസസ് ചെയ്ത് ആരെടുത്തോണ്ട് പോകും? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എടുത്തോണ്ട് പോകും. അവിടെ ഇരിക്കുന്ന സകല അസറ്റ്സിനെ റീവാല്യൂ ചെയ്ത് സകല ലയബിലിറ്റീസ് റീഅസസ് ചെയ്ത് കൊടുത്തു തീർത്ത് കിട്ടാനുള്ളതൊക്കെ മേടിച്ച് എന്ത് ചെയ്യും? അവര് എടുത്തോണ്ട് പോകും. അതിൽ നിന്ന് കിട്ടുന്ന റീവാലുവേഷൻ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യും? ആരെടുക്കും? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ എടുക്കും. ഓക്കെ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് റിസർവ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ. നിങ്ങൾ പരീക്ഷയ്ക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണത്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയാം, പിന്നെ നമുക്ക് പ്രോബ്ലം ഏരിയ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. റിസർവ്സ്. വാട്ട് ഡു യു മീൻ ബൈ റിസർവ്സ്? ഇറ്റ് ഈസ് എൻ അക്യുമുലേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ ഒരു പാർട്ടാണ് റിസർവ്സ്. എന്തിനാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു അൺഫോർസീൻ കണ്ടിജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഭാവിയിൽ ഇന്ന എന്തെങ്കിലും സംഭവിച്ചാലോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജനറൽ റിസർവ് ക്രിയേറ്റ് ജനറൽ റിസർവ്. ആര് ക്രിയേറ്റ് ചെയ്ത? പാർട്ണർസ് വിൽ ക്രിയേറ്റ് ജനറൽ റിസർവ് ഫോർ ദ പാർട്ണർഷിപ്പ്. ഭാവിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അപ്പൊ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിൽ കെപ്റ്റ് അപ്പാർട്ട് എ പോർഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് വാട്ട്? ജനറൽ റിസർവ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. ഈ പറയുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആ പറയുന്ന പ്രോഫിറ്റ്സ് ആരുണ്ടാക്കിയതാണ്? പഴയ പാർട്ട്നേഴ്സ് ഉണ്ടാക്കിയതാണ്. പുതിയ പാർട്ട്ണറിന് യാതൊരു ബന്ധമില്ല. പഴയ പാർട്ട്നേഴ്സ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ച അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ്, റിസർവ്സ് ആണ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് ആയിട്ട് കിടക്കുന്നത്. ആ പറയുന്ന ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് ആയിട്ട് കിടക്കുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിനുള്ള അവകാശം ആർക്കാണ്? പഴയ പാർട്ട്നേഴ്സിനാണ്. പുതിയ പാർട്ട്ണറിനല്ല. ഓക്കെ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? നമ്മള് ആ പറയുന്ന റിസർവ്സ് ആർക്ക് വിധിച്ചു കൊടുക്കും? ഈ പറയുന്ന പാർട്ട്നേഴ്സിന്, ഓൾഡ് പാർട്ട്നേഴ്സ് മീൻസ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോ നമ്മൾ വീതിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബെനിഫിഷ്യറി ആരാണ്? ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ്, നോട്ട് ദ ഇൻകമിംഗ് പാർട്ട്ണർ. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പ്രോബ്ലം എത്തുമ്പോൾ ഞാൻ പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ 5 കാര്യങ്ങൾ മനസ്സിലായല്ലോ. 5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. 6-മത്തത് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും സാധനം. ഓക്കെ. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ഏരിയ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2, this question. Illustration number 2. Akshay and Bharati are partners sharing profits in the ratio 3:2. What is this? Old ratio. അതെന്താണ്? Old ratio ആണ്. They admit Dinesh as a new partner for 1/5 share in the future profits of the firm, which he gets equally from Akshay and Bharati. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഈ പറയുന്ന അക്ഷയ് എന്ന് പറയുന്ന വ്യക്തിയും ഭാരതി എന്ന് പറയുന്ന വ്യക്തിയും ഓൾഡ് റേഷ്യോ, OR മീൻസ് ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അവരെന്ത് ചെയ്തു? ദിനേശ് എന്ന് പറയുന്ന പുതിയൊരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തു. എവിടത്തേക്ക്? പാർട്ണർഷിപ്പിലേക്ക്. അങ്ങനെ അപ്പോയിന്റ് ചെയ്ത് എങ്ങനെയാണ്? അവരവരുടെ 1/5 ഷെയർ കൊടുത്താണ് അവർ എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്. അവരവരുടെ 1/5 ഷെയർ കൊടുത്താണ് എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്.
in the future profits of the firm which he gets equally from Akshay and Bharati. 1/5 ഷെയർ എങ്ങനെ കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. ആരെന്നൊക്കെ ഈ പറയുന്ന അക്ഷയുടെ ഭാരതിയിൽ കിട്ടും. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അക്ഷയ്, ഭാരതി ആൻഡ് ദിനേശ്. ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കാം. എന്തും കണ്ടുപിടിക്കാം? സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കും. കാരണം എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ ഇനി രണ്ടാമത്തെ ഏരിയയാണ് പറയുന്നത്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പോട്ട് നമുക്ക് ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോയുടെ കണ്ടുപിടിച്ചു. സാക്രിഫൈസ് റേഷ്യോ നിങ്ങൾക്ക് അറിയാലോ ഇക്വേഷൻ. നമ്മള് പഴയ ഷെയർ നമുക്ക് ഇത്രയായിരുന്നു, പുതിയ ഷെയർ ഇത്രയായപ്പോൾ അത് നമ്മൾ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ സാക്രിഫൈസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദിനേശിന്റെ ഷെയർ എത്രയാണ്? ദിനേശിന്റെ ഷെയർ എത്രയാണ്? 1/5 ആണ് ദിനേശിന്റെ ഷെയർ. 1/5 ആണ് ദിനേശിന്റെ ഷെയർ. ഈ 1/5ന്റെ ഷെയർ ഈക്വൽ ആയിട്ട് മീൻസ് വാട്ട്? ഈ പറഞ്ഞ 1/5 ഷെയർ തുല്യമായിട്ടാണ് ആരെന്നാ കിട്ടിയത്? ഈ പറയുന്ന അക്ഷയുടെ ഭാരതി എണ്ണം കിട്ടിയത്. വിച്ച് മീൻസ് വാട്ട്? അക്ഷയുടെ എത്ര കിട്ടി? ഭാരതി എത്ര കിട്ടി? ഇൻറ്റു 1/2. അക്ഷയുടെ കിട്ടി എത്ര? 1/5ന്റെ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞ എത്രയാണ്? 1/10. ഭാരതിയുടെ എത്ര കിട്ടി? എത്രയാണ്? 1/5ന്റെ ഹാഫ് പോർഷൻ എത്രയാണ്? 1/10. ഓക്കെ. അപ്പൊ നമ്മൾ അവരെ സാക്രിഫൈസ്, അവരുടെ ഷെയർ കിട്ടി. ആര് സാക്രിഫൈസ് ചെയ്ത? അക്ഷയ്, ഭാരതി. ഇനി ഈ പറയുന്ന ഭാരതി എന്ന് പറയുന്ന വ്യക്തിയുടെ പുതിയ റേഷ്യോ എന്തായിരിക്കും? ഭാരതി എന്ന് പറയുന്ന വ്യക്തിയുടെ പുതിയ റേഷ്യോ എങ്ങനെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? അക്ഷയ് എത്ര പാർട്ട് സാക്രിഫൈസ് ചെയ്തു? സാക്രിഫൈസ് ചെയ്യുന്നല്ല, എത്ര പാർട്ടാണ് കൊടുത്തത്? അവരുടെ ടോട്ടൽ ഷെയറിന് എത്ര ഭാഗമാണ് കൊടുത്തത്? അപ്പൊ 1/10 ആരും കൊടുത്തു? അക്ഷയും കൊടുത്തു. ഭാരതി എത്രയും കൊടുത്തു? 1/10 കൊടുത്തു. അങ്ങനെ ഇവർ കൊടുക്കുന്ന വഴി ഇവരെ ഷെയറിന് എന്ത് കുറയും? ഇവരെ ഓൾഡ് ഷെയറിന് എന്ത് കുറയും? ഈ പറയുന്ന ഷെയർ കുറയും. എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സാക്രിഫൈസ്ഡ് 1/10 ഷെയർ. ഇവരുടെ ഷെയർ നേരത്തെ എത്രയായിരുന്നു? അക്ഷയർ ഷെയർ നേരത്തെ എത്രയായിരുന്നു? 3/5 ആയിരുന്നു. പുള്ളി അതിൽ നിന്ന് 1/10 സാക്രിഫൈസ് ചെയ്തു. മീൻസ് എന്താണ്? ഇത് തമ്മിൽ ഡിഫറൻസ് ആണ് അക്ഷയയുടെ ന്യൂ റേഷ്യോ. ദിനേശിന്റെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ദിനേശിന്റെ പഴയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2/5 ആയിരുന്നു. അതിൽ 1/10 ആര് സാക്രിഫൈസ് ചെയ്തു? ദിനേശ് സാക്രിഫൈസ് ചെയ്തു. ഓക്കെ, ദിനേശ് ന്യൂ റേഷ്യോ എത്ര ആയിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 3 ഈ പറയുന്ന ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ ഇൻറ്റു 2. അപ്പം 6/10 അല്ല 6/10 മൈനസ് 1/10 എത്ര കിട്ടും? 5/10 കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഇൻറ്റു 2. അപ്പൊ എത്ര കിട്ടും? 4/10 മൈനസ് 1/10 എത്ര കിട്ടും? 3/10. ഇത് രണ്ടുപേരുടെ ആയോളൂ. പുതിയ പാർട്ണർഷിപ്പ് ആണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഭാരതിയുടെ ഷെയറും കൂടെ വരണം. ആരുടെ ഷെയർ വരണം? ഭാരതിയുടെ ഷെയറും കൂടെ വരണം. ഭാരതിയുടെ ഷെയർ എത്രയാണ്? ഭാരതിയുടെ ഷെയർ എത്രയാണ്? 1/5 അല്ലേ ഭാരതിയുടെ ഷെയർ? ഭാരതിയുടെ ഷെയർ 1/5 അല്ലേ? അത് 2/5 ആണോ? അപ്പൊ നമ്മള് ഭാരതിയുടെ ഷെയർ എത്രയാണ്? ഭാരതിയുടെ ഷെയർ എത്രയാണ്? ഇവര് സാക്രിഫൈസ് ചെയ്ത പോർഷൻ കൂട്ടിയാൽ പോരെ? 1/10 പ്ലസ് 1/10 എത്ര? 2/10. എനിക്ക് ആൾക്കാരെ പേര് മാറിപ്പോയി. ഇല്ലല്ലോ. ദിനേശിന്റെ ഷെയർ 3/10. ദിനേശ് സോറി ആൾക്കാരെ പേര് മാറിപ്പോയി അല്ലേ? ഓക്കെ, ഈ 3/10 വരുന്ന ഭാരതിക്കാണ്. 3/10 വരുന്ന ഭാരതിക്കാണ്. സോറി 3/10 വരുന്ന ഭാരതിക്ക്. ദിനേശ് ആണ് ഇൻകമിങ് ന്യൂ പാർട്ണർ. ഓക്കെ, അപ്പൊ ദിനേശിന്റെ ഷെയർ എത്ര? 2/10. ഭാരതിയുടെ ഷെയർ എത്ര? 3/10. അക്ഷയര 5/10. ആൻസർ ഈസ് വാട്ട്? 5:3:2. അതല്ലേ റേഷ്യോ? സാക്രിഫൈസിംഗ് റേഷ്യോ എത്രയാണ്? 1:1. 1:1. അവരെത്രയാണോ അവരുടെ ഷെയർ സാക്രിഫൈസ്, ദാറ്റ് ഈസ് ദ സാക്രിഫൈസിംഗ് റേഷ്യോ. ഓക്കെ ആണോ? അടുത്തൊരു വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 6. ഈ ക്വസ്റ്റ്യൻ നോക്കാം. രോഹിത്, മോഹിത്. അപ്പം എക്സിന് പാർട്ട്നേഴ്സ് രോഹിത് ഉണ്ട്, മോഹിത് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ആൾക്കാരെ എനിക്ക് നേരെ തിരിഞ്ഞു പോയാണ്. ആൾക്കാരെ പേരും തിരിഞ്ഞു പോവല്ലേ. ഇൻകമിംഗ് പാർട്ണർ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇവരുടെ പഴയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5/8
3/8 ആണ്. ക്വസ്റ്റ്യനും ഉണ്ട്. 5/8 3/8 ആണ്. They admit Bijoy as a new partner for 1/7 share in the profit. 1/7 share in the profit. The new profit share ratio will be 4:2:1. New profit sharing ratio തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സാക്രിഫൈസിങ് റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 4:2:1 എന്ന് പറഞ്ഞാൽ 4/9 ആരുടെ എൻട്രി? 4+2 4/7 ആരുടേതാണ്? ഈ പറഞ്ഞ രോഹിത്തിന്റെയും 2/7 ആരുടേതാണ്? മോഹിത്തിനെയാണ്. ദിസ് ഈസ് ഓൾഡ് റേഷ്യോ, ദിസ് ഈസ് ന്യൂ റേഷ്യോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ഗീവ്സ് വാട്ട്? സാക്രിഫൈസിങ് റേഷ്യോ. എനിക്കൊന്ന് പറഞ്ഞു തന്നാണ് സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ വരുമെന്ന്. രോഹിത്തിന് എങ്ങനെ വരും ഇവിടെ? രോഹിത്തിന് എങ്ങനെ വരും? രോഹിത്തിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്കിവിടെ. HCF ഒന്നും എടുക്കണ്ട. 5 × 7 HCF അല്ലേ, LCM, സോറി. 5 × 7 35 minus 8 × 4 32 divide by 8 × 7 56. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3/56 കിട്ടും രോഹിത്തിന്റെ. മോഹിത്തിന് എത്ര കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ 3 × 7 21 minus 8 × 16 divide by 56 gives what? 5/56. Therefore the sacrificing ratio will be SR is equal to what? 3:5. SR will be what? 3:5. SR will be what? Will be what? 5/56. Okay. Then illustration number 8. Illustration 8. ചെയ്യാം. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യനില് ചില സമയം രണ്ട് കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ഒരു കാര്യങ്ങളെ പറയുള്ളൂ. മിക്കവാറും ഉള്ള ക്വസ്റ്റ്യനില് പുതിയ പാർട്ണറിന്റെ ഷെയർ എത്രയെന്ന് പറയും, പുതിയ പാർട്ണറിന്റെ ഷെയർ ഇത്രയാണെന്ന് പറയും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് കണ്ടുപിടിക്കാടെ? ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കാം. പുതിയ പാർട്ണറിന്റെ ഷെയർ എത്രയെന്ന് പറഞ്ഞാൽ, ചില കേസുകളിൽ പുതിയ പാർട്ണറിന്റെ ഷെയർ എത്രയെന്ന് പറയത്തില്ല. നമ്മുടെ പുതിയ പാർട്ണേഴ്സിന്റെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇത്രയെന്ന് പറയും. ഓൾഡ് റേഷ്യോ എന്തായിരിക്കും? നമുക്ക് എന്ത് മനസ്സിലാക്കാം? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, വേറെ രീതിയിലും ചോദിക്കത്തില്ല, കുഴപ്പിക്കത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. രമേഷും സുരേഷും പാർട്ണേഴ്സ് ആണ്. ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 4/7 3/7. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഓൾഡ് റേഷ്യോ OR. They admitted Mohan as a new partner. The profit sharing ratio Ramesh, Suresh and Mohan will be 2:3:1. അപ്പൊ രമേശ് വന്നു, സുരേഷ് വന്നു, മോഹൻ വന്നു. റേഷ്യോ പറയടേ? 2/6 3/6 1/6. ഇങ്ങനെയായി. ഇങ്ങനെയുള്ളവര് ഓൾഡ് റേഷ്യോ മാറി, ഇങ്ങനെ ന്യൂ റേഷ്യോ ആയി. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഗെയിൻ ഓർ സാക്രിഫൈസ് ഓഫ് ഓൾഡ് പാർട്ണർ. ഗെയിൻ ആണോ സാക്രിഫൈസ് ആണോ? നമുക്കത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് എന്ത് ചെയ്യുക? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട്? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. SR രമേശിന്റെ പറഞ്ഞത് എനിക്ക് SR എങ്ങനെയാണെന്ന് പറയുന്നത്? രമേശ് 4 × 2 അല്ല 4 × 6 24 minus 7 × 2 40 divided by 7 × 6 42 10/42. അവിടെ നിൽക്കട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. സുരേഷിന്റെ കേസിൽ സുരേഷ് 3 × 6 18 minus 18 minus 21 divided by 7 × 6 42. അപ്പൊ നമുക്ക് എത്ര കിട്ടിയേ? -3/42 കിട്ടി. എന്താണ് കിട്ടിയത്? -3/42 കിട്ടി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാക്കണം. കാരണം മനസ്സിലാക്കിയില്ലെങ്കിൽ എക്സാമിന് ഇങ്ങനെ ചോദിക്കും. ഏത് പാർട്ണറാണ് സാക്രിഫൈസ് ചെയ്തത്, ഏത് പാർട്ണറിനാണ് പുതിയൊരു പാർട്ണർ വന്ന വഴി ഗെയിൻ കിട്ടിയത് എന്നൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോ ജസ്റ്റ് കണ്ടുപിടിക്കുക.
ന്യൂ റേഷ്യോ കാണും, ഓൾഡ് റേഷ്യോ കാണും. ജസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് മൈനസ് ആണ് വരുന്ന സാക്രിഫൈസിങ് റേഷ്യോ. ഇഫ് സാക്രിഫൈസിങ് റേഷ്യോ ഇസ് എ നെഗറ്റീവ് വൺ, ദാറ്റ് മീൻസ് ദാറ്റ് പാർട്ണർ ഗെയിൻഡ് സംതിങ്. ആ പാർട്ണർ എന്താണ്? ഈ പാർട്ണർ എന്ത് കിട്ടി? ഗെയിൻ കിട്ടി. ഗെയിനിങ് റേഷ്യോ എന്നു. ഗെയിനിങ് റേഷ്യോ ശരിക്കും പറഞ്ഞ ഗെയിൻ റേഷ്യോ എവിടെയാണ് വരുന്നത്? ഗെയിൻ എവിടെയാണ് വരുന്നത്? റിട്ടയർമെന്റിലാണ് ഗെയിൻ വരുന്നത്. റിട്ടയർമെന്റ് എന്തുകൊണ്ട് ഗെയിൻ വരും? എക്സിസ്റ്റിംഗ് പാർട്ണർ റിട്ടയർ ആയി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷെയർ നിലവിലുള്ള 2 പാർട്ണേഴ്സിനും കൂടെ എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ എന്ത് കിട്ടും? ഒരു ഷെയർ അധികം കിട്ടുന്നു. ഇവിടെ എന്താണ് ഈ പറയുന്ന പുള്ളി? ഏത് പുള്ളി? ഈ പറയുന്ന മോഹൻ എന്ന് പറയുന്ന വ്യക്തി അഡ്മിറ്റ് ചെയ്യുന്ന വഴി 3/42 ആണ് മൊത്തം ഷെയർ എങ്കിൽ അതിന്റെ 3 പാർട്ട് എന്ത് ചെയ്തു? സുരേഷിന് ഗെയിൻ ആയിട്ട് കിട്ടി. പക്ഷെ രമേശിനോ 42ന്റെ 10 പാർട്ട് എന്ത് ചെയ്യേണ്ടത് വന്നു? സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. മനസ്സിലാവോ? Where is my pen? Yes. സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. This is all about what? New profit sharing ratio, sacrificing ratio. ഓക്കെ അല്ലേ? Then ഇനി നമ്മൾ എന്തിലേക്ക് പോകുന്നു? ഗുഡ്വില്ലിലേക്ക് പോകുന്നു. നമുക്ക് അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ തരാം. കാരണം ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്ന് തോന്നുന്നു.